ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ മനസ്സിനെ അലയിപ്പിക്കുന്ന ഒരു കഥ പുറത്തു വരികയാണ്. 2021 ഹമാസ് നേതാവായിട്ടുള്ള യഹ്യാൻ സിന്യാർ ഇസ്രയേൽ കസ്റ്റഡിയിൽ ഇരിക്കവേ ഇസ്രയേലിന്റെ ഒരു ഡെന്റിസ്റ്റ് ഡോക്ടറെ കണ്ടുമുട്ടുകയും അത് സിൻവാറിന്റെ ജീവൻ രക്ഷിക്കുകയും മാത്രമല്ല ഇസ്രയേൽ ജയിൽ മോചിതനാകുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ, അതായത് ഇരുപക്ഷത്തും നിന്നുള്ള ഇഴചേർന്നിട്ടുള്ള വാർത്തകൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ യുദ്ധം തുടങ്ങിയിട്ട് 200ഓളം ദിവസത്തിന് മുകളിലാകുമ്പോൾ യുദ്ധമുഖത്തെ കറുത്ത ഓർമ്മകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയാറുള്ളൂ. എന്നവസാനിക്കും എന്നുള്ള ചോദ്യങ്ങൾ മടുത്തുകൊണ്ട് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പിന്മാറിയപ്പോഴും യുദ്ധം ശക്തമായി തന്നെ തുറന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഹമാസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള യഹ്യ സിൻവാറിനെ ഇസ്രയേൽ അധികൃതർ പിടികൂടി തടവിലാക്കിയ ഒരു സമയത്ത് സിൻവാറിന് ക്യാൻസർ ബാധിതനായിരുന്നു. ഇസ്രയേൽ ഹമാസും തമ്മിലുള്ള സംഘർഷവും ശത്രുതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും സിൻവാറിനെ ഇസ്രയേൽ ആശുപത്രിയിൽ ചികിത്സ ലഭിച്ചു. ഈ ഒരു സമയത്താണ് ഇസ്രയേലിന്റെ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ സിന്യാറിന്റെ ജീവിതത്തിൽ നിർണായകമാകുന്നത്. കാരണം തന്റെ രാജ്യത്തോടുള്ള കൂറ് കാണിക്കാൻ വേണമെങ്കിൽ ആ ഒരു ഡോക്ടറിനെ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കാമായിരുന്നു. പക്ഷേ ഒരു ഡോക്ടറിന്റെ എല്ലാ ഉത്തരവാദിത്വവും അതുപോലെ കടമയും നിർവഹിക്കാൻ ആ ഒരു ഡോക്ടർ ബാധ്യസ്ഥനായതുകൊണ്ട് തന്നെ തന്റെ പേഷ്യൻസിനെ കൈവിടാൻ അയാൾ ഒട്ടും തയ്യാറായിരുന്നില്ല. ഇപ്പൊ സിൻവാറിന് ലഭിച്ച മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിജയകരമായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് മാരക രോഗമായിട്ടുള്ള ഈ ഒരു ക്യാൻസർ ഭേദമായി. രാജ്യത്തിനോടുള്ള കൂറിന് മുകളിലാണ് ഒരു ഡോക്ടറിന്റെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവൃത്തി. ഇപ്പൊ യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെയും അതുപോലെ തന്നെ വിരോധാഭാസങ്ങളെയും അടിവരയിടുന്ന ഒന്നാണിത്. അപ്പം രോഗവിമുക്തനായതിനു ശേഷം സിൻവാറിനെ ഉടനെ ഒന്നും ജയിൽ മോചിതനാക്കിയില്ല. തടവിലാക്കപ്പെട്ട ഒരു ഇസ്രയേലിയെ തിരികെ ഇസ്രയേലിൽ പറഞ്ഞു വിടുന്നത് വരെ ഈ സിൻവാർ അവിടെ തന്നെ കഴിഞ്ഞു. എന്നാൽ മോചിതനായി തിരിച്ച് ഗാസയിൽ എത്തിയതിനു ശേഷം വീണ്ടും ഈ ഹമാസിന്റെ നേതൃസ്ഥാനം പുനരാരംഭിക്കുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത്. ഇതിനുശേഷം, അതായത് ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ നടത്തിയ ആദ്യ ആക്രമണത്തിന്റെ മുഖ്യ പങ്ക് വഹിച്ചത് ഇയാളായിരുന്നു. യാതൊരു കാരുണ്യവും തന്റെ ജീവൻ രക്ഷിച്ച രാജ്യമാണെന്നുള്ള ബോധവും ഇല്ലാതെ ഒരു വ്യക്തിയാണ് ഈ സിൻവാർ. ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ നിരവധി ജീവനുകൾ അവിടെ നഷ്ടമാവുകയായിരുന്നു ചെയ്തത് ഇസ്രയേലിൽ. ഇതിനുശേഷം ഇസ്രയേലും ഗാസയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അല്ലെ. ജയിൽ മോചിതനായതിനു ശേഷമുള്ള ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങളിൽ സിൻവാറിന്റെ ഇടപെടൽ വീണ്ടെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഇസ്രയേൽ ഡെന്റിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇസ്രയേലി മെഡിക്കൽ സ്റ്റാഫ്സ് ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ തത്വങ്ങളെ പാലിച്ചപ്പോൾ സിൻവാറിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെയും പ്രതികാരത്തിന്റെയും ആക്രമണത്തിന്റെയും ഒരു സ്ഥിര സ്വഭാവത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്.